സാറിനെ പറ്റി പറഞ്ഞാൽ ചില അതിശയങ്ങളും അത്ഭുതങ്ങളും ലോകത്തിന് നടക്കാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഒരുപാട് കുറച്ച് സമയം എടുത്തിട്ട് ഉണ്ടായ ലൈഫിൻ്റെ ഒരു വലിയൊരു അതിശയമോ അത്ഭുതമോ ഒരു സന്തോഷമോ എന്ന് പറയുന്നത് സാറാ. ഈവൻ എൻ്റെ ബേബി ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴും സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്താതെ വന്ന് എൻ്റെ അടുത്ത് പ്രഗ്നന്റ് ആന്ന് പറഞ്ഞപ്പോൾ അത് ഒരുപാട് സന്തോഷമായിരുന്നു. ഇവരുടെയൊക്കെ ഒരു ഡ്രീം ആയിരുന്നു ആ ബേബി. എല്ലാവരുടെ ഒരു ഡ്രീം ആയിരുന്നു. പ്രത്യേകിച്ച് ഇത്താതെ ദിൽഷാക്കാന്റെ അവരുടെ ഒരു ലോകം തന്നെ അവളാണ്. പക്ഷെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സന്തോഷമാണ്. ആ സന്തോഷം എൻ്റെ കയ്യിൽ എപ്പോഴും ലൈഫ് ലോങ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നത് ഞാൻ എപ്പോഴും പഠിച്ചോണ്ട് രണ്ട് കുട്ടികളെ കാണുമ്പോൾ അതായത് രണ്ട് കുട്ടികളെ കാണുമ്പോൾ നമ്മൾ രണ്ട് കണ്ണും കൊണ്ട് ഈ ലോകത്തെ എങ്ങനെ കാണുന്നുണ്ടോ അതേപോലെ തന്നെ ഈ ലോകം മൊത്തം രണ്ടും ഇതായിട്ടാണ് കാണുന്നത്. രണ്ട് കണ്ണുകളല്ല, രണ്ട് ലോകമാണ്. അത് രണ്ടും ഒന്നായിട്ട് ഞാൻ ഒരേ കയ്യിൽ എപ്പോഴും എടുക്കണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. സാറാ കവ കൊടുക്കും. ഇന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ വീട്ടിലെ ഇപ്പം എൻ്റെ മാരേജും ബ്രദറിൻ്റെ മാരേജും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇല്ലാതെ ഒരു പ്ലാനിങ് ആണ് സാറാൻ്റെ ബർത്ത്ഡേക്കാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടത്. ഓൾമോസ്റ്റ് ഒരു 3-4 months ആയിട്ട് ഉള്ള പ്ലാനിങ് ആണ് എന്തൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഈ ദിവസം കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതായത് എക്സ്പെക്ട് ചെയ്തതും പിന്നെ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടും നമ്മൾ അതിന് വേണ്ടി എഫേർട്ടൊക്കെ ഒരു ഫുൾഫിൽഡ് ആയിട്ട് വന്ന പോലെ ഉണ്ട്.